Good morning, Miss. Good morning. Good morning. Good morning, ma'am. സുഖാണോ? Yes, Miss. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത് വായിച്ചു നോക്കിയിട്ടുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത് വായിച്ചു നോക്കിയോ? എന്തൊക്കെയാ നമ്മൾ പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സില്? എന്തൊക്കെയാ പഠിച്ചേ? ഇപ്പോഴാണ് എല്ലാവരും വായിച്ചു നോക്കണേ. ടൈപ്സ് ഓഫ് ആംബുലൻസ് നോക്കിയായിരുന്നു മിസ്. പിന്നെ ആംബുലൻസിൽ എന്തൊക്കെ എക്യുപ്മെന്റ്സ് വേണമെന്നുള്ളതും ഡിസ്കസ് ചെയ്തു. ഓക്കെ. ടൈപ്പ് ബി ആംബുലൻസ് ഏതായിരുന്നു പറയാൻ പറ്റുമോ? ടൈപ്പ് ബി. കാർഡിയാക് ആംബുലൻസ്. ടൈപ്പ് ബി പേഷ്യൻസിന് മാത്രം ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ടുള്ള. ടൈപ്പ് സി എങ്ങനെയുള്ളതാ? ടൈപ്പ് സി. Type B, patient transformation vehicles. പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലേ? ഉദാഹരണം പറയാൻ പറ്റുമോ? എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ടൈപ്പ് സി എന്തായിരുന്നു? ടൈപ്പ് സി ആംബുലൻസ് മുറിവുണ്ടാക്കാത്ത ആൾക്കാർ. മുറിവുണ്ടാക്കാതെ എന്താണ് അതിലെ എക്യുപ്മെന്റ്സ് ഒക്കെ എങ്ങനെയാണ്? ഓക്സിജൻ ഉണ്ടാവും, ഓക്സിജൻ സിലിണ്ടേഴ്സ് ഉണ്ടാവും. പിന്നെ 3 എക്യുപ്മെന്റ്സ് ബി മോണിറ്റർ, പിന്നെ സ്റ്റെതസ്കോപ്പ് അല്ലെ. ടൈപ്പ് സി എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ്. അതുപോലെ എന്താണ്? ബേസിക് ലൈഫ് Support ambulance. ഇനി ടൈപ്പ് ഡി എന്തായിരുന്നു? അതാണ് ഇമ്പോർട്ടന്റ് കേട്ടോ. ടൈപ്പ് ഡി Support ambulance. അതിന്റെ വേറൊരു പേര് എന്തായിരുന്നു? Greater care ambulance. ഇനി ഡീഫൈബ്രിലേറ്റേഴ്സ് എന്തായിരുന്നു? ഒരാള് പറഞ്ഞാൽ മതി കേട്ടോ, ബാക്കിയുള്ളവർ മ്യൂട്ട് നോക്കണേ. മിന്ന പറഞ്ഞേ, മിന്ന മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. ബാക്കിയുള്ളവർ മ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ സൗണ്ടിന് ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, മിന്ന പറയോ ഒന്ന്? ഡീഫൈബ്രിലേറ്റർ എന്തായിരുന്നു എന്ന്? മിന്ന, ആന്റണി. എന്തായിരുന്നു ഡീഫൈബ്രിലേറ്റേഴ്സ്? റീസെറ്റ് ചെയ്യുക അല്ലെ. അവിടെ നിന്ന് പോകുമ്പോ അത് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, റീസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ് എന്ത്? ഡീഫൈബ്രിലേറ്റർ. പിന്നെ എന്തായിരുന്നു? സക്ഷൻ മിഷൻ എന്തായിരുന്നു? സക്ഷൻ എന്തായിരുന്നു? കഫം അല്ലെ, കഫമൊക്കെ സക്ക് ചെയ്തെടുക്കുന്നത്. ഓക്കെ. ഇനി എക്യുപ്മെന്റ്സ് ഏതൊക്കെയാ പഠിച്ചത് നമ്മള്? എക്യുപ്മെന്റ്സ് ഏതൊക്കെയാ പഠിച്ചത്? 2-വേ റേഡിയോസ് പഠിച്ചു അല്ലെ. എന്താ 2-വേ റേഡിയോ? ഇൻഫോർമേഷൻ കൈമാറാനായിട്ടുള്ളത് ഉപയോഗിക്കുന്നത്. ആരൊക്കെ തമ്മില്? ആംബുലൻസ് ഡ്രൈവറും ഹോസ്പിറ്റൽ സ്റ്റാഫും. മൗത്ത് ടു മൗത്ത് കമ്മ്യൂണിക്കേഷൻ. മറന്നിട്ടില്ലല്ലേ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങള്. ഇനി CCTV. CCTV എന്തായിരുന്നു? വേണ്ടിയിട്ട്. ഓക്കെ. പിന്നെ എയർ കണ്ടീഷനിങ് എന്തായിരുന്നു? AC. AC-യിൽ എന്താ പഠിച്ചത് നമ്മള്? രോഗാണുക്കൾ വർദ്ധിക്കാതിരിക്കാൻ വേണ്ടി അകത്തേക്ക് അല്ലെ, പേഷ്യൻസിന്റെ ഉള്ളിലേക്ക്. അതുപോലെ തന്നെ എന്താണ്? 2 കാര്യങ്ങൾ പറഞ്ഞു. സ്റ്റേബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് AC അല്ലെ, AC എക്യുപ്മെന്റ്സ് ഉള്ളത്. ഇനി എന്താ? ഡാറ്റ റെക്കോർഡ്സ് എന്തായിരുന്നു? ഡാറ്റ റെക്കോർഡ്സ് ലൊക്കേഷൻ ഒക്കെ അറിയാൻ വേണ്ടിട്ട്.
GPS യൂണിറ്റ്. അതുപോലെ എന്താണ് ആംബുലൻസിന്റെ സ്പീഡ്, ഏത് ടൈമില് ഹോസ്പിറ്റലിൽ എത്തിച്ചേരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഡാറ്റ റെക്കോർഡ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി നെക്സ്റ്റ് നോക്കിയേ, കുറെ പിക്ചേഴ്സ് കണ്ടില്ലേ? ആ പിക്ചേഴ്സ് എന്താ? പാസീവ് വിഷ്വൽ വാർണിംഗ്സ് ആണ് കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് പാസീവ് വിഷ്വൽ വാർണിംഗ്സ്. ടോമില്ലേ? ടോമിനെ കണ്ടില്ലല്ലോ ഇന്ന്. ടോമില്ല ക്ലാസ്സില്? ടോമുണ്ടോ? പാസീവ് വിഷ്വൽ വാർണിംഗ്സ് അല്ലെ? നമ്മളിപ്പോ ഏതൊരു ഹില്ലം തോന്നുന്നു, അല്ലെങ്കിൽ അവന്റെ ശബ്ദം കേൾക്കാറുണ്ട്, അതുകൊണ്ട് ചോദിച്ചത് കേട്ടോ. എന്താ പാസീവ് വിഷ്വൽ വാർണിംഗ്സ്? എന്താണ്? നമ്മൾ ആംബുലൻസ് ഒക്കെ പാസ് ചെയ്യുമ്പോ അതിനകത്ത് കുറെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ടാവും, കുറെ സിംബൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും അല്ലെ? ചിലപ്പോ എന്താണ് ഹോസ്പിറ്റൽസിലൊക്കെ ഇത്തരത്തിലുള്ള സിംബൽസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ സിംബൽസ് ഹോസ്പിറ്റൽസില്, അതുപോലെ തന്നെ ആംബുലൻസ് ഒക്കെ പാസ് ചെയ്യുമ്പോ. അപ്പൊ അതിനെയാണ് നമ്മൾ പാസീവ് വിഷ്വൽ വാർണിംഗ്സ് എന്ന് പറയുന്നത്. ആംബുലൻസ് സർവീസ് കൊടുക്കുന്ന ഏതൊരു മേഖലയിലും ഈ സിംബൽസുകൾ കാണാൻ പറ്റും. അപ്പൊ എന്താണ്? എമർജൻസി സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലായിടത്തും കാണപ്പെടുന്ന ഇത്തരത്തിലുള്ള സിംബൽസിനെയാണ് നമ്മൾ പാസീവ് വിഷ്വൽ വാർണിംഗ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നോക്കിയേ, സ്റ്റാർ ഓഫ് ലൈഫ്. ആ ചിത്രം കൊടുത്തിരിക്കുന്നത് കണ്ടോ? ഈ ചിത്രം, ഫസ്റ്റ് ചിത്രത്തിനെയാണ് പറയുന്നത് സ്റ്റാർ ഓഫ് ലൈഫ്. കണ്ടിട്ടുണ്ടോ നിങ്ങള്? എവിടെയാ ഇതിനെ കണ്ടിരിക്കുന്നത്? എവിടെയാണ് ഈ സിംബൽ? എവിടെയാ കണ്ടിരിക്കുന്നത്? നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? ഏത് ചാപ്റ്റർ? എന്തിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ആംബുലൻസിനെ കുറിച്ചല്ലേ? ആംബുലൻസ് പാസ് ചെയ്ത് പോയപ്പോ അല്ലെങ്കിൽ പാസ് ചെയ്ത് പോകുമ്പോ നിങ്ങൾ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇനി ശ്രദ്ധിച്ചോളൂ കേട്ടോ. ആംബുലൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ആ സിംബൽസിനെ കുറിച്ച് ഇപ്പൊ പഠിച്ച്. ഇനി നമ്മളെ ഇപ്പൊ റോഡിലൂടെ ഒക്കെ പാസ് ചെയ്ത് പോകുമ്പോ, ആംബുലൻസ് പാസ് ചെയ്ത് പോകുമ്പോ ഈ സിംബൽസ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. അപ്പൊ ചിലപ്പോ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ഈ സിംബൽ ഇന്നതാണ്, ഇത് ഇന്നതാണ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സിംബലിനെ പറയുന്ന പേരാണെങ്കിൽ സ്റ്റാർ ഓഫ് ലൈഫ്. ക്ലിയർ ആയില്ലേ? എല്ലായിടത്തും ഇതിനെ പറയുന്നത് വൈദ്യശാസ്ത്രത്തിന്റെ പുരാതന ചിഹ്നം. ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. ക്വസ്റ്റ്യൻ ഒന്നും വരില്ല, അതിനെപ്പറ്റി ക്വസ്റ്റ്യൻ ഒന്നും വരില്ല. നിങ്ങൾക്ക് ആ സിംബല് എന്താണ്, അതിന്റെ പേര് എന്താണ്, സ്റ്റാർ ഓഫ് ലൈഫ് എന്ന് മാത്രം ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വരുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് എന്താണ് അതിനെ കുറിച്ചൊന്ന് മനസ്സിലാവാൻ വേണ്ടി മിസ് പറഞ്ഞു തന്നതാണ് കേട്ടോ. ഫസ്റ്റത്തെ പേര് എന്താണ്? സ്റ്റാർ ഓഫ് ലൈഫ്. അതെന്താണ്? വൈദ്യശാസ്ത്രത്തിന്റെ പുരാതന ചിഹ്നം. ഈ സിംബല് എല്ലാ ആംബുലൻസിലും കാണാവുന്നതാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. ശ്രദ്ധിക്കാത്തവര് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനി ആംബുലൻസ് ഒക്കെ പാസ് ചെയ്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുമ്പോ ആംബുലൻസ് കിടക്കുന്നത് കണ്ടാൽ അവിടെ നിന്ന് നോക്കാം എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ കേട്ടോ. സ്റ്റാർ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് വൈദ്യശാസ്ത്രത്തിന്റെ പുരാതന ചിഹ്നം. കിട്ടിയോ? അത് എല്ലാവർക്കും കിട്ടിയോ? എഴുതിയെടുത്തോ? ഓക്കെ. ഇനി നെക്സ്റ്റ് കണ്ടോ ഒരു പ്ലസ് പോലത്തെ റെഡിലെ ചിഹ്നം അല്ലെ? അതെന്താണ്? റെഡ് ക്രോസ്. അതിനെ പറയുന്നത് റെഡ് ക്രോസ് എന്നാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്കൂളിലൊക്കെ കുട്ടികളുടെ യൂണിഫോമിലൊക്കെ കാണാൻ പറ്റും റെഡ് ക്രോസിന്റെ പടം. കണ്ടിട്ടുണ്ടോ നിങ്ങള്? ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം കേട്ടോ. ഈ റെഡ് ക്രോസിനെ പറയുന്നത് ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന സാമൂഹ്യ സേവനം. ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന സാമൂഹ്യ സേവനം. ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന സാമൂഹ്യ സേവനം. എഴുതിയത് സ്റ്റാർ ഓഫ് ലൈഫ് എന്തായിരുന്നു? സ്റ്റാർ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാല് വൈദ്യശാസ്ത്രത്തിന്റെ പുരാതന ചിഹ്നമാണ്. റെഡ് ക്രോസ് എന്ന് പറയുന്നത് എന്താണ്? ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന സാമൂഹ്യ സേവനം എന്നാണ് അതിനെ കുറിച്ച് അർത്ഥമാക്കുന്നത്. ഇനി എന്താണ്? ഈ രണ്ട് ചിത്രങ്ങൾ, ഈ രണ്ട് സിംബൽസ് ആണ് നമ്മളുടെ
ആംബുലൻസിൽ നമ്മുടെ കൺട്രീസിലൊക്കെ പ്രധാനമായിട്ടും കണ്ടുവരുന്നത് കേട്ടോ. നമ്മുടെ ആംബുലൻസിൽ നമ്മുടെ ഇവിടെ പാസ് ചെയ്ത് പോകുന്ന ആംബുലൻസിലൊക്കെ കാണാൻ പറ്റുന്ന പ്രധാന 2 ചിഹ്നങ്ങളാണ് സ്റ്റാർ ഓഫ് ലൈഫും റെഡ് ക്രോസും. ഓക്കെ ആണോ? ഇനി നോക്കിയേ, റെഡ് ക്രസന്റ്. റെഡ് ക്രസന്റ് എന്താ? റെഡ് ക്രസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മിസ് പറഞ്ഞുതരാം കേട്ടോ, എഴുതിയെടുത്തോ. An organization in Islamic countries. An organization in Islamic countries that helps people who are suffering because of a war യുദ്ധങ്ങൾ, war or natural disaster. Because of a war or natural disaster. അപ്പോ എന്താണ് ഡിസാസ്റ്റർ അല്ലെ? ദുരന്തങ്ങൾ ഉണ്ടാവാ, അല്ലെങ്കിൽ എന്താണ് യുദ്ധങ്ങൾ ഉണ്ടാവാ. എവിടെ? ഇസ്ലാമിക് കൺട്രീസിൽ കേട്ടാ. പ്രകൃതി ദുരന്തങ്ങൾ കേട്ടാ. ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ പ്രകൃതി ദുരന്തങ്ങളാണ്. അപ്പൊ ദുരന്തങ്ങൾ ഇസ്ലാമിക് കൺട്രീസിലൊക്കെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോ പറഞ്ഞു തരാം കേട്ടോ. എന്താണ്? ഒന്നുകൂടി വായിക്കട്ടെ. റെഡ് ക്രസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് an organization in Islamic countries that helps people who are suffering because of a war or natural disaster. ഇസ്ലാമിക് കൺട്രീസിൽ എന്താണ് യുദ്ധങ്ങളോ അല്ലെങ്കിൽ എന്താണ് നാച്ചുറൽ ഡിസീസുകൾ അല്ലെ, ഡിസാസ്റ്ററുകൾ, പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോ അവിടെ ആംബുലൻസ് ഉണ്ടാവുമല്ലോ, അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന സിംബൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആയോ? ഇസ്ലാമിക് കൺട്രീസിൽ ആണെങ്കിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന സിംബൽസ് ആണ് ഈ റെഡ് ക്രസന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? കിട്ടിയോ? അതൊന്നും മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇനി എന്താണ്? മാൾട്ടേസ് ക്രോസ്. മാൾട്ടേസ് ക്രോസ് അല്ലേ? ആ പേരിൽ തന്നെയുണ്ട്. ഏത് കൺട്രീസിലായിരിക്കും യൂസ് ചെയ്യുന്നത്? മാൾട്ടേസ് ക്രോസ് ആ പേരിൽ തന്നെ ഉണ്ടല്ലോ, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? മാൾട്ടയിൽ കേട്ടോ. മാൾട്ട കൺട്രീസിലാണ് ഈ എന്താണ് വാർണിംഗ് സിംബൽസ് യൂസ് ചെയ്യുന്നത്. അമ്പ് ആകൃതിയിലുള്ള കോൺകേവ് ചതുർഭുജങ്ങളാണ് ഈ 4 എണ്ണത്തിൽ കൊടുത്തിരിക്കുന്നത്. 4 രീതിയിൽ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ? അമ്പാകൃതിയിലുള്ള കോൺകേവ് ചതുർഭുജങ്ങൾ ഇത് യൂസ് ചെയ്യുന്നത് മാൾട്ട കൺട്രീസിലാണ്. അമ്പാകൃതിയിലുള്ള 4 കോൺകേവ് ചതുർഭുജങ്ങള് യൂസ് ചെയ്യുന്നത് എവിടെയാണ്? മാൾട്ട കൺട്രീസിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് വന്ന് നോക്കിയേ. ആംബുലൻസ് എന്ന് പറഞ്ഞിട്ട് എന്താണ്? ഡിഫറെന്റ് കളേഴ്സിൽ അല്ലെ, കോൺട്രാസ്റ്റ് കളറിൽ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? യെല്ലോ ആൻഡ് ഗ്രീൻ ആയിട്ട് കോൺട്രാസ്റ്റ് കളറിങ്ങില് ആംബുലൻസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇതെന്താണ്? ഒരു പ്രത്യേക സിംബൽ ആണ് അല്ലെ. വളരെ ദൂരത്ത് നിന്ന് എന്താണ് വാഹനങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള സിംബൽ ആണ് എന്ത്? ബാക്ടൺബർഗ് മാർക്കിംഗ്. ഇതിനെ പറയുന്ന പേരാണ് അടിയിൽ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ? ബാക്ടൺബർഗ് മാർക്കിംഗ് ആർ എ പാറ്റേൺ ഓഫ് ഹൈ വിസിബിലിറ്റി മാർക്കിംഗ് അല്ലെ. നല്ല രീതിയിൽ വളരെ ദൂരത്ത് നിന്ന് വാഹനങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സിംബൽ ആണ് ഇത്. ഓക്കെ, ക്ലിയർ ആയോ? ഇതിന്റെ പേരെന്താണ്? ബാക്ടൺബർഗ് മാർക്കിംഗ്.
ഇത്രയും സിമ്പിൾ ആണ് നിങ്ങൾക്ക് ഒന്ന് പഠിക്കാനുള്ളത് കേട്ടോ. ഏതൊക്കെയാണ്? പാസീവ് വിഷ്വൽ വാർണിംഗ്സ് അല്ലെ, എമർജൻസി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലായിടത്തും ഈ സിമ്പിൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? ഏതൊക്കെ സിമ്പിൾസ് ആണ്? അതിനെ പറയുന്ന പേരാണ് പാസീവ് വിഷ്വൽ വാർണിംഗ്സ്. ഏതൊക്കെയാണത്? സ്റ്റാർ ഓഫ് ലൈഫ്. എന്താണ് സ്റ്റാർ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വൈദ്യശാസ്ത്രത്തിന്റെ പുരാതന ചിഹ്നം എന്നാണ് ഈ സ്റ്റാർ ഓഫ് ലൈഫിനെ പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ്? റെഡ് ക്രോസ് അല്ലെ, നിങ്ങൾ സ്കൂളിലൊക്കെ കുട്ടികളുടെ യൂണിഫോമിലൊക്കെ കാണാൻ പറ്റും. റെഡ് ക്രോസിലുള്ള കുട്ടികളൊക്കെ കാണാം, അല്ലെങ്കിൽ ചിലപ്പോ നിങ്ങളുടെ കുട്ടികളൊക്കെ റെഡ് ക്രോസിൽ ഉണ്ടാവാം. അപ്പൊ അവരുടെ യൂണിഫോമിലൊക്കെ ശ്രദ്ധിച്ച് നോക്കിയാല് ഈ ചിത്രം, ഈ സിംബല് കാണാൻ പറ്റും. എന്താ റെഡ് ക്രോസ്? ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന സാമൂഹ്യ സേവനം. റെഡ് ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന സാമൂഹ്യ സേവനം. അതുപോലെ റെഡ് ക്രസന്റ് എന്താണ്? ഇസ്ലാമിക് കൺട്രീസിൽ അല്ലെ, പ്രകൃതി ദുരന്തങ്ങൾ, ഡിസാസ്റ്റേഴ്സ്, അതുപോലെ തന്നെ വാറുകൾ അല്ലെ, യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുമ്പോ അവിടെ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന ആംബുലൻസിൽ ഉണ്ടാക്കുന്ന ഒരു സിമ്പിൾ ആണ് ഇത് റെഡ് ക്രസന്റ് എന്ന് പറയുന്നത്. അതുപോലെ മാൽട്ടീസ് ക്രോസ് അല്ലെ, മാൾട്ട കൺട്രിയിൽ യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ ആണത്. എന്താണ്? 4 എന്താണ് അമ്പാകൃതിയിലുള്ള കോൺകേവ് ചതുർഭുജങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ലാസ്റ്റ് വൺ എന്താണ്? ആംബുലൻസ് എന്ന് എഴുതിയിരിക്കുന്നത് അല്ലെ, കോൺട്രാസ്റ്റ് കളറിലുള്ള യെല്ലോ ആൻഡ് ഗ്രീൻ ആയിട്ട് കോൺട്രാസ്റ്റ് കളറിൽ കൊടുത്തിരിക്കുന്ന സിമ്പിൾ ആണിത്. ഇതെന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? വളരെ ദൂരത്തു നിന്ന് വരുന്ന വാഹനങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, അതിനാണ് ഈ സിമ്പിൾ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ പേരെന്താണ്? ബെറ്റൻബർഗ് മാർക്കിംഗ്. ക്ലിയർ ആയോ? ഇത്രയും സിമ്പിള് ചോദിക്കാട്ടോ നിങ്ങൾക്ക്. ഇത്രയും സിമ്പിള് ചിലപ്പോ എന്താണ് ഈ സിമ്പിള് കാണിച്ചിട്ട് ചോദിക്കാം ഇത് ഏതാണ് എന്നുള്ളത്. ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരാം. ഓക്കെ, ഇത് ചെയ്ത് നോക്കി പഠിക്കണം കേട്ടോ. ഇനി നോക്കിയേ, പാസീവ് വിഷ്വൽ വാർണിംഗ്സിനെ പറ്റി നമ്മൾ പറഞ്ഞു അല്ലെ, ഈ സിമ്പിൾസുകളെ പറ്റി പറഞ്ഞു. ഇനി എന്താണ് പാസീവ് വിഷ്വൽ വാർണിംഗ്സ് എന്ന് നോക്കാം. പറഞ്ഞോട്ടെ മിസ്, എല്ലാവർക്കും കിട്ടിയോ ഈ സിമ്പിൾസ് എന്താണെന്നുള്ളത്? ഓക്കെ ആണോ? ക്ലിയർ ആണോ? നോക്കിയേ, passive visual warnings are generally part of design of the vehicle. നമ്മുടെ ഒരു വെഹിക്കിൾ അല്ലെ, ആംബുലൻസ് ഡിസൈൻ ചെയ്യുമ്പോൾ ഈ പാസീവ് വിഷ്വൽ വാർണിംഗ്സ് എന്ന് പറയുന്നത് അതിന്റെ ഒരു പാർട്ടാണ്. The use of high contrast pattern are involved. നമ്മൾ പഠിച്ചു അല്ലെ, എന്താണ് ഹൈ കോൺട്രാസ്റ്റ് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യെല്ലോ ഗ്രീൻ കോൺട്രാസ്റ്റ് കളറില് ആംബുലൻസ് എന്ന് എഴുതിയിരിക്കും അല്ലെ. വളരെ ദൂരത്ത് നിന്ന് വാഹനങ്ങൾക്ക് ആംബുലൻസ് ആണ് എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കോൺട്രാസ്റ്റ് കളറില് ഡിസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് എന്ത്? ബെറ്റൻബർഗ് മാർക്കിംഗ്. ഇനി നോക്കിയേ, ഓൾഡ് ആംബുലൻസ് അല്ലെ, പഴയ കാലത്തുള്ള ആംബുലൻസിന് എന്താണ്? are more likely to have their pattern painted on, whereas modern ambulance normally carry reflective design which reflects light from car headlights or torch. എന്താ പറയുന്നത്? ഓൾഡ് ആംബുലൻസില്, പഴയ കാല ആംബുലൻസിൽ എങ്ങനെയാണ് ഈ പാറ്റേൺ പെയിന്റ് ചെയ്യുക മാത്രമാണ് ചെയ്തിരുന്നത്, പെയിന്റ് അടിക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. ക്ലിയർ ആയോ? അത് ഓൾഡ് ആംബുലൻസും ഉണ്ട്, ഇപ്പോഴുള്ള മോഡേൺ ആംബുലൻസും ഉണ്ട്. ഓൾഡ് ആംബുലൻസില്, പഴയ ആംബുലൻസില്, പഴയ വാഹനത്തിൽ എങ്ങനെയായിരുന്നു? ഈ പാറ്റേൺ പെയിന്റ് അടിക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. ഇനി മോഡേൺ ആംബുലൻസ് ആയപ്പോ എന്തായിരുന്നു? റിട്രോ റിഫ്ലക്റ്റീവ് ഡിസൈൻ അല്ലെ, റെട്രോ റിഫ്ലക്റ്റീവ് ഡിസൈൻ ഉപയോഗിച്ച് അതെന്ത് ചെയ്ത് ഒന്നുകൂടി മോഡേൺ ആക്കി. ഇനി എന്താണ് ഈ റിട്രോ റിഫ്ലക്റ്റീവ് ഡിസൈൻ? ഇപ്പൊ നമ്മൾ രാത്രി കാലങ്ങളിലെ കാര്യമാണ് ഇവിടെ പറയുന്നത്. രാത്രിയിൽ ഇപ്പോ കാറിന്റെ ഹെഡ്ലൈറ്റ്, ഇപ്പൊ ആംബുലൻസിന്റെ എതിരെ എന്ത് ചെയ്യുന്നുണ്ട്? കാറ് വരുന്നുണ്ട്. കാറിന്റെ ഹെഡ്ലൈറ്റ് ഇങ്ങനെ അടിച്ചു വരുമ്പോ പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റില്ല അല്ലെ. അതുകൊണ്ട് തന്നെ ഈ റിട്രോ റിഫ്ലക്റ്റീവ് ഡിസൈൻ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് കാറിലെ ഡ്രൈവർക്ക് പെട്ടെന്ന് ഇത് ആംബുലൻസ് ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനുണ്ട്. റിഫ്ലക്ട് ചെയ്യും, പ്രതിഫലിക്കും.
ക്ലിയർ ആയോ? അത് പ്രതിഫലിച്ച് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ എന്താണ്, ഇപ്പൊ എതിരെ നിന്ന് ഒരാള് ടോർച്ച് അടിച്ച് വരികയാണ്. ആംബുലൻസിന്റെ എതിരെ നിന്ന് ഒരാള് ടോർച്ച് അടിച്ച് വരുമ്പോ ആ ടോർച്ചിന്റെ ലൈറ്റില് എന്ത് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് ഇത് പ്രതിഫലിച്ച് ആംബുലൻസ് ആണ് വരുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതാണ് മോഡേൺ ഓൾഡ് ആംബുലൻസിന്റെയും വ്യത്യാസം. ക്ലിയർ ആയോ? ഓൾഡ് ആംബുലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിലെങ്ങനെയാണ് പെയിന്റ് അല്ലെ, ഈ ചിത്രം അല്ലെങ്കിൽ ഈ ഡിസൈൻ, ഈ ചിത്രം മനസ്സിലായില്ലേ? ബ്രിട്ടൻബർഗ് മാർക്കിംഗ് എന്ന് പറഞ്ഞ ഈ ചിത്രം പെയിന്റ് അടിച്ചു വരിക മാത്രമാണ് ചെയ്തിരുന്നത്. മോഡേൺ ആയപ്പോ എങ്ങനെയാണ്, മോഡേൺ ആംബുലൻസിന്റെ കാലമായപ്പോ എങ്ങനെയായിരുന്നു, റിഫ്ലക്റ്റീവ് ഡിസൈൻ ആണ് അവിടെ കൊടുത്തിരുന്നത്. എതിരിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് അത് പ്രതിഫലിച്ച് അല്ലെ, അവിടെ വട്ടമടിക്കുമ്പോ അത് പ്രതിഫലിച്ച് പെട്ടെന്ന് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റ് ഓക്കെ ആണോ? അത് ഇനി എന്താണ് നോക്കിയേ, ആംബുലൻസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അതർ പാസീവ് മാർക്കിംഗ് ഫ്രം the word ambulance, local language alternative illustrated in reverse on front of the vehicle. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, എന്താണ് ആംബുലൻസിന്റെ മുകളിലായിട്ട് എന്താണ് തിരിച്ചല്ലേ, ആംബുലൻസിന് തിരിച്ചെഴുതിയിട്ടുണ്ടാവും റിവേഴ്സ് ആയിട്ട്. എന്തിനാ അത് അങ്ങനെ എഴുതുന്നത്? എന്തിനാ എഴുതുന്നത്? ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നത് റിവേഴ്സ് ആയിട്ട് ലെറ്റേഴ്സ്? മിററിൽ കാണാൻ വേണ്ടിട്ട് അല്ലെ. ഏത് മിററിൽ കാണാൻ വേണ്ടിട്ടാ? മിറർ കാണാനാണ്, മനസ്സിലായി. ഏത് ആൾക്കാരുടെ മിററിൽ? ഈ ആംബുലൻസിന് മുൻപിൽ പോകുന്ന വാഹനത്തിന്റെ മിററില് എന്ത് ചെയ്യും എന്നുണ്ടാവും? അത് കറക്റ്റ് രീതിയിൽ അല്ലെ പ്രതിഫലിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതുന്നത്. ക്ലിയർ ആയോ? നോക്കാട്ടോ. ഇൻ റിവേഴ്സ് ഓൺ ഫ്രണ്ട് ഓഫ് ദ വെഹിക്കിൾ, ദിസ് enables drivers of other vehicle to simply identify approaching ambulance in their rear view mirror. Ambulance may display the name of their owner or operator and an emergency telephone number for the ambulance service. അപ്പൊ അങ്ങനെ ആംബുലൻസിന് മുൻപിൽ റിവേഴ്സ് ആയിട്ട് ആംബുലൻസ് എഴുതിയിട്ടുണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണ്? മുമ്പിൽ പോകുന്ന വാഹനങ്ങളുടെ മിററിലൂടെ ഇത് ആംബുലൻസ് ആണ് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അറിയില്ല, ആംബുലൻസിന്റെ മുൻപില് ഇപ്പോ ചാരിറ്റി, ഇത് ചാരിറ്റി ആയിട്ടാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നതെങ്കിൽ അവരുടെ പേരുകള് സാന്ത്വനം, കാരുണ്യം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ എന്താണ്, ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് അവർ ആ വാഹനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ എന്താണ്, ഇപ്പോ ആംബുലൻസ് ഡ്രൈവറുടെ ടെലിഫോൺ നമ്പർ അല്ലെ, എമർജൻസി ടെലിഫോൺ നമ്പർ എഴുതിയിട്ടുണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണ്? എന്തെങ്കിലും ആംബുലൻസ് എന്തെങ്കിലും എമർജൻസി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എമർജൻസി കേസുകൾ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അവരെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, ടെലിഫോൺ നമ്പർ ചെയ്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ആംബുലൻസിൽ 108. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആംബുലൻസിൽ എഴുതിയിരിക്കുന്നത്. എന്തൊക്കെയാണ് പ്രത്യേകതകള്? എന്തായിരുന്നു? ഓൾഡർ അല്ലെ, ഓൾഡർ ആംബുലൻസിന്റെ പ്രത്യേകതകൾ എന്തായിരുന്നു? അതില് ഈ പാറ്റേൺ അല്ലെ, ബ്രിട്ടൻ എന്താണ് വെറ്റൻബർഗ് എന്ന് പറഞ്ഞ മാർക്കിംഗ് എന്ന് പറഞ്ഞ പെയിന്റ് അല്ലെ, അതെന്ത് ചെയ്തിരുന്നു? ആ പാറ്റേൺ പെയിന്റ് അടിക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. മോഡേൺ ആയപ്പോ എന്തായിട്ട് മാറി? അത് റിഫ്ലക്റ്റീവ് അല്ലെ, റിട്രോ റിഫ്ലക്റ്റീവ് ഡിസൈൻ ആയിട്ട് മാറി. എതിരെ നിന്നും വരുന്ന രാത്രി കാലങ്ങളിലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. രാത്രി കാലങ്ങളിലൊക്കെ എന്താണ്, എതിരെ നിന്ന് വാഹനം വരുമ്പോ അതിന്റെ ഹെഡ് ലൈറ്റ്, കാറിന്റെ ഹെഡ് ലൈറ്റ് ഒക്കെ അടിക്കുമ്പോ പെട്ടെന്ന് അത് ആംബുലൻസ് ആണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അത് കുറച്ചുകൂടി മോഡേൺ ആയിട്ട് മാറി. പിന്നെ എന്താണ്, ഇപ്പോ ഇതിൽ നിന്ന് ഒരാൾ ടോർച്ച് അടിക്കുകയാണെങ്കിൽ ടോർച്ചിന്റെ വെട്ടത്തിൽ അത് പെട്ടെന്ന് അവിടേക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായിട്ട് മാറി? മോഡേൺ രീതിയിലോട്ട് ആയിട്ട് മാറി. അതാണ് റിട്രോ റിഫ്ലക്റ്റീവ് ഡിസൈനിന്റെ പ്രത്യേകത. പെട്ടെന്ന് അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പ്രതിഫലിക്കും കേട്ടോ. ഇനി എന്താണ് സെക്കൻഡ് പോയിന്റിൽ എന്തൊക്കെയാന്ന് പറഞ്ഞത്? സെക്കൻഡ് പോയിന്റില് എന്തൊക്കെയാ പറഞ്ഞത്? ആംബുലൻസിന്റെ എന്താ
റിവേഴ്സ് ആയിട്ട് എഴുതിയിട്ടുണ്ടാവും അല്ലെ ആംബുലൻസിന്റെ പേര്. എന്തിനു വേണ്ടിയിട്ടാണ്? മുമ്പിലുള്ള വാഹനത്തിന്റെ മിററില് അത് കറക്റ്റ് രീതിയിൽ ആംബുലൻസ് ആണ് എന്ന് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതുന്നത്, മിററിൽ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തൊക്കെയാണ്? ഇപ്പോ എന്താ ഓണേഴ്സിന്റെയോ അല്ലെങ്കിൽ എന്താണ് അത് ഓപ്പറേറ്ററിന്റെയോ പേര്, അല്ലെങ്കിൽ ഇപ്പോ ചാരിറ്റി ആയിട്ട് സ്പോൺസർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പേര്, കാരുണ്യ, സാന്ത്വനം എന്നൊക്കെ ആംബുലൻസിന് മുമ്പിൽ എഴുതിയിട്ടുണ്ടാവും. പിന്നെ എന്താ പറയുന്നത്? ആംബുലൻസിന്റെ അവിടെ എന്താണ് ടെലിഫോൺ നമ്പർ എഴുതിയിട്ടുണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണ്? എമർജൻസി കേസുകൾ ഉണ്ടാകുമ്പോൾ അവരെ വിളിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഇത്. ആൻഡ് ആംബുലൻസ് മേ ഓൾസോ ഹാവ് എ സിംബൽസ് ഡിസ്പ്ലേഡ്. ആംബുലൻസ് ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ച സിംബൽസ് ഇല്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ. ഈ രണ്ട് സ്റ്റാർ ഓഫ് ലൈഫും റെഡ് ക്രോസും ആണ് നമ്മുടെ ഇവിടെ മെയിൻ ആയിട്ട് കണ്ടുവരുന്നത്. ഈ രണ്ടും റെഡ് ക്രസന്റും അതും മാൾട്ട ക്രോസും വേറെ സിറ്റീസിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ഇവിടെ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് ഈ രണ്ട്, ഫസ്റ്റ് രണ്ട് റെഡ് ക്രോസും സ്റ്റാർ ഓഫ് ലൈഫും ആണ് കേട്ടോ ആംബുലൻസിൽ കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ള സിംബൽസും എവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്? ആംബുലൻസിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കിയേ. പാസീവ് വിഷ്വൽ വാർണിംഗ്സ് സിമ്പിൾ അല്ലേ? അതിന്റെ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. വാരി വലിച്ചിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. എന്തൊക്കെയാണ് എന്നുള്ളതൊന്നും മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. വായിച്ചു നോക്കട്ടാ. പാസീവ് വിഷ്വൽ വാർണിംഗ്സ് ആണ് കേട്ടോ ഇവിടെ ഹെഡിങ് ആയിട്ട് വരുന്നത്. മുകളിൽ കൊടുത്തിട്ടുണ്ട് മോളെ, നോക്കിയേ. ഇവിടെ കണ്ടോ സിംബൽസിന്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ എന്താണ് എക്സ്പ്ലനേഷനുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ക്ലിയർ ആണോ? പാസീവ് ആണെങ്കിൽ വിഷ്വൽസ് വായിച്ചോ നിങ്ങള്? ഓക്കെയാണ്, ക്ലിയർ ആണ് അല്ലെ? ഇനി നോക്കിയേ, ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്സ് അല്ലെ. നിങ്ങൾ ആംബുലൻസ് നോക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, ലൈറ്റുകൾ അല്ലെ, റൊട്ടേഷൻ ലൈറ്റുകൾ, അങ്ങനെ പലതരത്തിലുള്ള ലൈറ്റുകൾ കണ്ടിട്ടില്ലേ നിങ്ങള്? അതിനെ കുറിച്ചാണ് കേട്ടോ ഇനി പഠിക്കാൻ പോകുന്നത്. നോക്കിയേ ഒന്ന്, ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്സ്. Usually, the visual signals for task are in the shape of flashing light.
ഫ്ലാഷ് ചെയ്തല്ലേ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇതാണ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലൈറ്റുകൾ ശ്രദ്ധിച്ചിട്ടില്ലേ ആംബുലൻസിൽ? അതാണ് ഫ്ലാഷിംഗ് ലൈറ്റ് ആയിട്ട് പറയുന്നത് കേട്ടോ, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലൈറ്റ്. ഇനി എന്താണ് ദിസ് ഫ്ലാഷ് ഇൻ ഓർഡർ ടു attract the attention of other road users. ആരാണ് റോഡ് യൂസേഴ്സ്? ആരായിരിക്കും റോഡ് യൂസർ? ആരാ? പാസഞ്ചേഴ്സ് അല്ലെ? പാസ് ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ എന്താണ് മറ്റു വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകളെയാണ് റോഡ് യൂസേഴ്സ് എന്ന് പറയുന്നത്. As the ambulance approaches or to provide warning to motorist. ആരായിരിക്കും മോട്ടോറിസ്റ്റ്? സെയിം തന്നെ കേട്ടോ, റോഡ് യൂസേഴ്സിനെ പറയുന്ന മറ്റൊരു പേരാണ്. മറ്റു വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകളെ പറയുന്നതാണ് മോട്ടോറിസ്റ്റ്. Approaching a stopped ambulance in the dangerous position on the road. എന്താ പറയുന്നത്? രണ്ട് കേസുകളെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ എന്താണ്? ഒന്ന് റോഡ് യൂസേഴ്സും അതുപോലെ തന്നെ മോട്ടോറിസ്റ്റുകള്. റോഡ് യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റു വാഹനങ്ങൾ ഓടിക്കുന്ന ആൾക്കാർ അല്ലെ. അപ്പോ ഈ എന്താണ് ഈ സൈറൻ അല്ലെ, സൈറൻ ഉപയോഗിച്ച് വരുന്നത്. അതുപോലെ തന്നെ ലൈറ്റുകൾ ഉണ്ടാവും അല്ലെ. ആംബുലൻസ് വരുന്നുണ്ടെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? എന്തൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ആംബുലൻസില്? എന്തൊക്കെ കേൾക്കാൻ പറ്റും നമുക്ക്? ഒന്ന് പറഞ്ഞു നോക്കിയേ. ആംബുലൻസ് വരുന്നുണ്ട്, ദൂരെ നിന്ന് സൗണ്ട്, സൈറൻ കേൾക്കാം. അതുപോലെ എന്താണ് ലൈറ്റുകൾ അല്ലെ, ലൈറ്റ് ഒക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് ഇത് ആംബുലൻസ് ആണ്, ആംബുലൻസ് ഇപ്പൊ ഇവിടെ എത്തും എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോ ഇങ്ങനെയുള്ള സൈറൻസ്, ഇങ്ങനെയുള്ള ഫ്ലാഷുകൾ, ഫ്ലാഷ് ലൈറ്റിംഗ് ഒക്കെ ഉപയോഗിച്ചിട്ട് എന്താണ് റോഡ് യൂസേഴ്സിന് ഒരു അറ്റൻഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതാണ് ഫസ്റ്റ് പറയുന്നത്. റോഡ് യൂസേഴ്സിന്റെ കേസിൽ പറയുന്നത് എന്താണ്? അവരുടെ കേസ് എന്താ പറയുന്നത്? റോഡ് യൂസേഴ്സ് അല്ലെ. ഇപ്പൊ സൈറൻസ്, അതുപോലെ റൊട്ടേറ്റിംഗ് ലൈറ്റുകൾ അല്ലെ, ഇങ്ങനെ മിന്നി കത്തുന്ന ലൈറ്റുകളൊക്കെ ഉപയോഗിച്ചിട്ട് ആംബുലൻസ് വരുമ്പോ എന്താണ് മറ്റു റോഡ് യൂസേഴ്സിന് ഒരു അറ്റൻഷൻ ആണ്. അവർക്ക് എന്താണ് റോഡിൽ നിന്ന് ആ വണ്ടി നീക്കി കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആംബുലൻസ് വരുന്നത് കൊണ്ട് അത് എമർജൻസി കേസ് അല്ലെ, എന്തെങ്കിലും ആരുടെയെങ്കിലും ചിലപ്പോ എന്താണ് എമർജൻസി കേസ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് വേഗത്തിൽ വരുന്നത് കൊണ്ട് തന്നെ റോഡ് യൂസ് ചെയ്യുന്ന മറ്റു റോഡ് യൂസേഴ്സുകൾക്ക് അല്ലെങ്കിൽ എന്താണ് മറ്റു വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് വാഹനങ്ങൾ നീക്കി കൊടുക്കാനായിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള ശ്രദ്ധ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? ഇനി എന്താണ് ഇതിൽ പറയുന്നത്? എന്താണ് ടു പ്രൊവൈഡ് വാർണിംഗ് ടു മോട്ടോറിസ്റ്റ് കേട്ടോ. മോട്ടോറിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മറ്റു വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകള്. Approaching to a stopped ambulance in the dangerous position on the road. ഇപ്പോ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാം, എന്താണ് ഒരു ആക്സിഡന്റ് ഉണ്ടായ സമയത്ത് ആംബുലൻസ് വന്ന് ഒരു രോഗിയെ കയറ്റുന്നതിന്, റോഡിൽ ആക്സിഡന്റ് ഉണ്ടായി, ആ ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് ആംബുലൻസ് വന്നു, ആംബുലൻസിൽ രോഗിയെ കയറ്റുന്ന സമയത്ത് എന്തുണ്ടാവും? ആംബുലൻസ് വെറുതെ കിടക്കോ? അല്ലെങ്കിൽ എങ്ങനെയാണ്? ലൈറ്റോ സൈറനും കിട്ടുന്നുണ്ടാവില്ലേ? ഉണ്ടാവോ? ചെയ്യോ അങ്ങനെ? അതിനകത്ത് സൗണ്ടും സൈറനൊക്കെ ഇടോ? ലൈറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ലൈറ്റും സൈറനൊക്കെ ഇടോ അല്ലെ അവര്? എന്തുകൊണ്ടാണ്? മറ്റു എതിർദിശയിൽ നിന്ന്, മറ്റു വാഹനം ഓടിക്കുന്ന ആളുകൾ എതിർദിശയിൽ നിന്ന് കടന്നു വരാതിരിക്കാൻ, അവർക്കൊരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ഇവിടെ പറയുന്നത് എന്താണ്? വഴി ക്ലിയർ ആക്കാനായിട്ട്, വഴി ക്ലിയർ ആക്കി തരാം. അതുപോലെ തന്നെ അവർക്കൊരു ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട്. ആക്സിഡന്റ് കേസായിട്ട് വണ്ടി നിർത്തിയിട്ടേക്കുന്നതാണെങ്കിലും എന്താണ് സൈറനും ലൈറ്റുകളും എന്തായാലും അവര് അതിനകത്ത് ഇട്ടിട്ടുണ്ടാവും. കാരണം എന്താണ് മറ്റു വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് ഒരു ശ്രദ്ധ കിട്ടാനായിട്ടും വഴി ക്ലിയർ ആക്കാനായിട്ടും എന്താണ് എതിർദിശയിൽ നിന്ന് മാറി കയറി എതിർദിശയിലോട്ട് വരാതിരിക്കാൻ, മറ്റു വാഹനങ്ങൾ എതിർദിശയിലോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അവർക്കൊരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അവര് സൈറൻ ലൈറ്റുകളൊക്കെ ഇടുന്നത്. ക്ലിയർ ആയോ? അത് രണ്ട് കേസുകളും ക്ലിയർ ആയോ? അതാണ് കേട്ടോ ഇവിടെ ഡേഞ്ചറസ് പൊസിഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ആക്സിഡന്റ് കേസൊക്കെ നടക്കുകയാണെങ്കിൽ അവര് വെറുതെ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല, സൈറനും ലൈറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ടാവും. മറ്റു വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് എന്താണ് ഒരു അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടും റോഡ് ക്ലിയർ ആക്കുന്നതിന് വേണ്ടിയിട്ടും അല്ലെ, എന്താണ് മറ്റു വാഹനങ്ങളെ മാറ്റി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും അതിനായിട്ട് ഒരു ശ്രദ്ധ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് സൈറനും സൗണ്ടും ലൈറ്റും കാര്യങ്ങളൊക്കെ അവര്
ലൈറ്റ് കൊണ്ടാണ് അവർ വണ്ടി സ്റ്റോപ്പ് ആക്കിയിടുന്നത്, ആംബുലൻസ് സ്റ്റോപ്പ് ആക്കിയിടുന്നത് കേട്ടോ. അതാണ് ഇവിടെ ഡേഞ്ചറസ് പൊസിഷൻ ഓൺ ദ റോഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് സെക്കൻഡ് പോയിന്റ് നോക്കിയേ. കോമൺ കളേഴ്സ് ഫോർ ആംബുലൻസ് വാർണിംഗ്സ് ബിക്കോസ് ആർ ബ്ലൂ, road, amber and white clear. However, the colors may differ by country. എന്താ പറയുന്നത്, നമ്മുടെ ഇവിടെ യൂസ് ചെയ്യുന്ന ആംബുലൻസിന് അല്ലെ, നമ്മുടെ ഇവിടെയുള്ള ആംബുലൻസിന് ഏതൊക്കെ കോമൺ കളേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്? ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്, ആംബയർ ഉണ്ട് അല്ലെ. ആംബയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ബ്രൗണിഷ് യെല്ലോ കളർ. ആംബയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൗണിഷ് യെല്ലോ കളറിനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ബ്രൗണിഷ് യെല്ലോ കളർ. അപ്പൊ നമ്മുടെ കൺട്രീസിൽ യൂസ് ചെയ്യുന്ന ആംബുലൻസിന്റെ കോമൺ കളേഴ്സ് ഏതൊക്കെയാണ്? ബ്ലൂ, റെഡ്, ആംബയർ. ആംബയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്രൗണിഷ് യെല്ലോ കളർ. പിന്നെ എന്താണ്? വൈറ്റ്. ഇത്രയും കളറുകളാണ് ആംബുലൻസിൽ യൂസ് ചെയ്യുന്നത്. ഇനി മറ്റു കൺട്രീസിൽ എങ്ങനെയാണ്? ഓരോ കൺട്രീസ് അനുസരിച്ചും ആംബുലൻസിൽ യൂസ് ചെയ്യുന്ന ആ കോമൺ കളർ മാറിക്കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. നമ്മുടെ കൺട്രീസിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കളേഴ്സ് ഏതാണ്? ബ്ലൂ, റെഡ്, ആംബയർ ആൻഡ് വൈറ്റ്. ഓക്കെ ആണോ? അത് കളർ മാത്രം ഒന്ന് നോട്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി there are several technology presently used to achieve the flashing effect. These include flashing a light bulb or LED. അപ്പോ എന്താണ്? മോഡേൺ ടെക്നോളജികൾ വന്നല്ലേ. അപ്പൊ ആംബുലൻസിൽ ഫ്ലാഷിംഗ് ലൈറ്റിന് കുറെ മോഡേൺ സെവറൽ ടെക്നോളജീസ് വന്നിട്ടുണ്ട്. എന്താണ്? LED ബൾബ് ഒക്കെ എന്താണ്? ബൾബ് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ LED-കളായിട്ട് മാറി. പിന്നെ എന്താണ്? ഫ്ലാഷിംഗ് ലൈറ്റ്, റൊട്ടേറ്റിംഗ് ലൈറ്റിംഗ് അല്ലെ. ഫ്ലാഷിംഗ് ഒക്കെ എന്താണ്? റൊട്ടേറ്റിംഗ് ഹാലോജൻസ് ഒക്കെ ആയിട്ട് മാറി. ഹാലോജൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, റൊട്ടേറ്റ് ചെയ്തിരിക്കുന്ന ലൈറ്റ് ഇല്ലേ, അതിനെയാണ് കേട്ടോ ഫ്ലാഷിംഗ് റൊട്ടേറ്റിംഗ് ഹാലോജൻസ് എന്ന് പറയുന്നത്. അതുപോലെ എന്താണ്? സ്ട്രോബ് ലൈറ്റ്. സ്ട്രോബ് ലൈറ്റ് എന്ന് പറഞ്ഞാല് ആംബുലൻസിന്റെ 4 കോർണറിലും ലൈറ്റുകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ക്രോമിലൊന്ന് നോക്കട്ടോ, അതിന്റെ ഇമേജ് എടുത്ത് നോക്കാം. സ്ട്രോബ് ലൈറ്റ് എന്ന് അടിച്ചു കൊടുത്താൽ കേട്ടോ. സ്ട്രോബ് ലൈറ്റ് ഉണ്ട്. സ്ട്രോബ് ലൈറ്റ് എന്ന് പറഞ്ഞാല് ആംബുലൻസിന്റെ 4 മൂലയില് കോർണറില് ലൈറ്റ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും, മിന്നി കത്തിക്കൊണ്ടിരിക്കും. അതിനെയാണ് സ്ട്രോബ് ലൈറ്റ് എന്ന് പറയുന്നത്. അത് ഒന്നും കൂടി നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്ലാഷ് ലൈറ്റിനെക്കാട്ടിലും ഒന്നും കൂടി കൂടുതൽ ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റുകളായിരിക്കും ഈ സ്ട്രോബ് ലൈറ്റ്. കാണാത്തവരൊന്ന് നെറ്റിലൊന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇനി എന്താണ് അടുത്തത് നോക്കിയേ. വിച്ച് ആർ കോമൺലി ബ്രൈറ്റർ ദാൻ ദ ഇൻകൻസെന്റ് ലൈറ്റ്. അപ്പൊ ഈ മിന്നി ഇൻകൻസെന്റ് ലൈറ്റ് എന്ന് പറഞ്ഞാല് മിന്നി കത്തുന്ന ലൈറ്റ് ഉണ്ട്. മിന്നി കൊണ്ടിരിക്കുമല്ലോ, ആ ലൈറ്റിനെക്കാട്ടിയും ബ്രൈറ്റർ ആയിരിക്കും ഇത് സ്ട്രോബ് ലൈറ്റ്. സ്ട്രോബ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആംബുലൻസിന്റെ 4 കോർണറിലും 4 മൂലകളിലും ലൈറ്റുകൾ ഉണ്ടാവും. ആ ലൈറ്റിനെ പറയുന്നതാണ് സ്ട്രോബ് ലൈറ്റ്. അത് നല്ല രീതിയിലുള്ള ബ്രൈറ്റർ ആയിരിക്കും. പല എന്താണ് മിന്നി കത്തുന്ന ലൈറ്റിനെക്കാട്ടിലും കൂടുതൽ ബ്രൈറ്റ് തെളിഞ്ഞു കാണാൻ പറ്റുന്ന ഒരു ലൈറ്റ് ആയിരിക്കും സ്ട്രോബ് ലൈറ്റ്. അപ്പോ ഇതിൽ പറയുന്നത്, ഈ പോയിന്റിലൊക്കെ പറയുന്നത് കൂടുതൽ അല്ലെ മോഡേൺ ടെക്നോളജീസ് ഒക്കെ വന്നപ്പോ കൂടുതൽ എന്താണ് LED ലൈറ്റുകളായി. അതുപോലെ തന്നെ ഫ്ലാഷ് ലൈറ്റ്, അതിലൊക്കെ എന്താണ് റൊട്ടേറ്റിംഗ് ലൈറ്റിലൊക്കെ നല്ലൊരു രീതിയിലുള്ള ഒരു മോഡേൺ ടെക്നോളജി വന്നു. അതുപോലെ സ്ട്രോബ് ലൈറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്നാണ് പറയുന്നത്. ഇനി എന്താണ്? സോ ആസ് ടു ഇൻക്രീസ് സേഫ്റ്റി, ഇറ്റ് ഈസ് ദ ബെസ്റ്റ് പ്രാക്ടീസ് ടു ഹാവ് 360 coverage with the active warning, enhancing the chance of the vehicle being seen from both sides. അല്ലെ, ഇങ്ങനെ എന്താണ് ലൈറ്റുകൾ, വാണിംഗ് ലൈറ്റുകൾ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് കൂടുതൽ അല്ലെ സേഫ്റ്റി ആണ് ഇവിടെ പറയുന്നത്. കൂടുതൽ സേഫ്റ്റി, രോഗികൾക്ക് കൂടുതൽ സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് എല്ലാം ഇപ്പോ 360 ഡിഗ്രി കവർ ചെയ്തത് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ് എല്ലാം ഇപ്പൊ ഉദ്ദേശിക്കുന്നത് എല്ലായിടത്തും നോക്കിയാലും എന്താണ് ഇത് ആംബുലൻസ് ആണ്, ആംബുലൻസ് വരുന്നുണ്ട്, വഴി മാറിക്കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ആളുകൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇത്തരത്തിലുള്ള ലൈറ്റുകള്
അതുപോലെ എന്താണ് കൂടുതൽ എന്താണ് കൂടുതൽ മോഡേൺ ടെക്നോളജി ഒക്കെ വന്നപ്പോൾ നല്ല രീതിയിലുള്ള ലൈറ്റുകള്, ഫ്ലാഷിംഗ് ലൈറ്റ്, സ്ട്രോബ് ലൈറ്റ് ഒക്കെ വന്നപ്പോൾ എന്താണ് കൂടുതൽ എവിടെ നിന്ന് നോക്കിയാലും എത്ര ദൂരെ നിന്ന് നോക്കിയാലും ഇത് ആംബുലൻസ് ആണ് എന്ന് ആളുകൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതാണ് പറയുന്നത് കേട്ടോ. ഇൻക്രീസ് സേഫ്റ്റി ഒന്ന് അടിയിൽ വരച്ചു വെക്കാം. അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. എന്താണ് രോഗികൾക്ക് കൂടുതൽ എന്താണ് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്സിൽ പറയുന്നത്. ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് എന്താണ്? ഫ്ലാഷിംഗ് ലൈറ്റുകൾ അല്ലെ, റൊട്ടേറ്റിംഗ് ലൈറ്റുകൾ ഉണ്ട്. റൊട്ടേറ്റിംഗ് ലൈറ്റുകൾ എന്തിനാണ്? റോഡ് യൂസേഴ്സിന്റെ കാര്യവും പറയുന്നുണ്ട്. അതുപോലെ തന്നെ മോട്ടോറിസ്റ്റും, റോഡ് യൂസേഴ്സും മോട്ടോറിസ്റ്റും ഒന്ന് തന്നെയാണ്, വേറെ വേറെ പേരിൽ കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. റോഡ് യൂസേഴ്സ് എന്താണ്? ഫ്ലാഷിംഗ് ലൈറ്റുകൾ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് എന്താണ് വാഹനങ്ങളെ മാറ്റി കൊടുക്കാനായിട്ട്, കൂടുതൽ അതിലേക്ക് ശ്രദ്ധ തിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇപ്പോ ആക്സിഡന്റ്, ഉദാഹരണം പറഞ്ഞില്ലേ മിസ്, ആക്സിഡന്റ് ഒക്കെ ഉണ്ടായി രോഗികളെ കയറ്റുന്ന സമയത്ത് സൈറൻ, അതുപോലെ തന്നെ ലൈറ്റുകൾ ഒക്കെ ആംബുലൻസ് ഇടുന്നത് കൊണ്ട് തന്നെ മറ്റു വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് അത് കൂടുതൽ കൂടിയിട്ടാണ് അവർക്ക് റോഡ് ക്ലിയർ ആക്കാനായിട്ട്, അതുപോലെ ദിശ മാറി കയറി വരാതിരിക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്താണ്? കോമൺ കളേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്, യെല്ലോഷ് അല്ലെ, ബ്രൗണിഷ് യെല്ലോഷ് കളർ, ആംപയർ, അതുപോലെ എന്താണ്? വൈറ്റ് കളർ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഓരോ കൺട്രീസിന്റെയും വ്യത്യാസം, ഓരോ കൺട്രീസിന്റെയും ഡിഫറൻസ് അനുസരിച്ചിട്ട് ഈ കോമൺ ലൈറ്റുകളിൽ ഡിഫറൻസ് ഉണ്ടാകുന്നുണ്ട്. പിന്നെ എന്താണ്? പുതിയ പുതിയ ടെക്നോളജീസ് വന്നപ്പോ ആ ഫ്ലാഷിംഗ് ലൈറ്റ് അതിലൊക്കെ എന്താണ് പുതിയ പുതിയ ടെക്നോളജീസ് ആയിട്ട് മാറിക്കഴിഞ്ഞു. LED, അതുപോലെ എന്താണ് റൊട്ടേറ്റീവ് ഹാലോജൻസ് ആയി, അതുപോലെ തന്നെ സ്ട്രോബ് ലൈറ്റുകൾ അല്ലെ, 4 കോർണറിൽ കാണപ്പെടുന്ന ലൈറ്റ് ആണ് സ്ട്രോബ് ലൈറ്റ്. അത് ഒന്നുകൂടി എന്താണ് ഈ മിനി കത്തുന്ന ലൈറ്റിനെക്കാട്ടിലും കൂടുതൽ ബ്രൈറ്റർ ആണ് എന്ത് സ്ട്രോബ് ലൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും കൂടി എന്താണ് മോഡേൺ ആയിട്ട് മാറി. പിന്നെന്താ പറയുന്നത്? പേഷ്യൻസിന് കൂടുതൽ സേഫ്റ്റി കൊടുക്കാൻ വേണ്ടി അല്ലെ, ഇൻക്രീസ് സേഫ്റ്റി, അവർക്ക് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? ഈ ലൈറ്റുകൾ അതുപോലെ സൈറൻ ഒക്കെ ഇട്ടുകൊണ്ട് പോകുന്നത് മൂലം എന്താണ് എവിടെ നിന്ന് നോക്കിയാലും, ഏത് മൂലയിൽ നിന്ന് നോക്കിയാലും എന്താണ് ആംബുലൻസ് ആണ് വരുന്നത് എന്നുള്ള കാര്യം ആളുകൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റോഡ് ക്ലിയർ ആക്കാനായിട്ടും പെട്ടെന്ന് അവരെ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ ആണോ? അത് വായിച്ചു നോക്കിയേ. ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്സ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, സിമ്പിൾ ആണ് കേട്ടോ. ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്സ് ഒന്ന് വായിച്ചേ. ക്ലിയർ ആയോ മക്കളെ? വായിച്ചു നോക്കിയോ?
360 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഏത് കോർണറിലും അല്ലെങ്കിൽ എവിടെ നിന്ന് നോക്കിയാലും ഈ ലൈറ്റുകൾ നമുക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പൊ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആംബുലൻസ് ആണ് വരുന്നത്, വഴിമാറി കൊടുക്കണം അല്ലെങ്കിൽ ശരീരം കേട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ബ്രൈറ്റ്നെസ് ഉള്ള, ഞാൻ പറഞ്ഞില്ലേ മറ്റേ ലൈറ്റിന്റെ പേരെന്താണ്, ലൈറ്റ് എന്താ പറഞ്ഞത്, സ്ട്രോബ് ലൈറ്റ് അല്ലെ, ബ്രൈറ്റ് ആയിട്ടുള്ള മിന്നുന്ന ലൈറ്റുകളാണ്. അപ്പൊ കൂടി എന്താണ് ഈ സ്ട്രോബ് ലൈറ്റ് ഒക്കെ കണ്ടിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ആംബുലൻസ് വരുന്നുണ്ട്, വഴി മാറി കൊടുക്കണം എന്നുള്ളത് കേട്ടോ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പേഷ്യൻസിന് കൂടുതൽ സേഫ്റ്റി കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട്, അവരെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? ഇനി നോക്കിയേ, ഓഡിയബിൾ വാണിംഗ് അല്ലെ. ഏതായിരിക്കും ഓഡിയബിൾ വാണിംഗ് ആംബുലൻസിലുള്ളത്? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? സൗണ്ട് ഏതായിരിക്കും? സൈറൻസ് വെച്ചിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലെ. കറക്റ്റ് ആണ് കേട്ടോ പറഞ്ഞത്. ഒന്ന് നോക്കാം കേട്ടോ നമുക്ക്. ബിസൈഡ് വിഷ്വൽ വാർണിംഗ്സ്, ആംബുലൻസ് can be equipped with audible warnings, sometimes known as sirens. നമ്മൾ പറഞ്ഞു അല്ലെ, എന്താണ് ആംബുലൻസ് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓഡിബിൾ വാർണിംഗ് ആണ് എന്ത്, സൈറൻസ്. അതിൽ പുറപ്പെടുവിക്കുന്ന എക്യുപ്മെന്റ്സ് അല്ലെ. ആ സൈറൻസ് വെച്ചിട്ട്, ആ സൈറൻസിന്റെ സൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ആംബുലൻസ് ആണ് എന്നുള്ളത്. which can alert people. അതെന്താണ് ഈ സൈറൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പീപ്പിൾസ് അല്ലെ. അലേർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അലേർട്ട് എന്താ? അലേർട്ട് എന്ന് പറഞ്ഞാല് ശ്രദ്ധ അല്ലെ, ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള അല്ലെ. അതുകൊണ്ട് തന്നെ എന്താണ്, പീപ്പിളിനെ കൂടുതൽ ശ്രദ്ധ അല്ലെ, ശ്രദ്ധിക്കുക എന്നുള്ള രീതിയിലുള്ളൊരു സൗണ്ട് ആണ് അല്ലെങ്കിൽ ഓഡിബിൾ വാർണിംഗ് ആണ് സൈറൻ എന്ന് പറയുന്നത്. And vehicle to presence of ambulance before they can be seen. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. നമ്മള് എന്താണ് ആംബുലൻസ് വരുന്നുണ്ട്, അത് ദൂരെ നിന്ന് വരുന്നുണ്ടെങ്കിലും എന്താണ് ഈ സൈറൻ യൂസ് ചെയ്തുകൊണ്ട്, സൈറൻ കേട്ടുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും എന്ത് ആംബുലൻസ് വരുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഓഡിബിൾ വാർണിംഗ് ആണ് സൈറൻസ് എന്ന് പറയുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് അടിയിൽ വരയ്ക്കാം കേട്ടോ. ചിലപ്പോൾ ചോദിക്കാം, ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓഡിയബിൾ വാർണിംഗ് ഏതാണ് ആംബുലൻസിലെ ഓഡിയബിൾ വാർണിംഗ് ആയിട്ട് പറയുന്നത്, ഏത് എക്യുപ്മെന്റിനെയാണ്? ഓക്കെ, എന്താണ് ഫസ്റ്റ് ഹിയറബിൾ വാർണിംഗ് ആർ മെഡിക്കൽ ബെൽസ് മൗണ്ടഡ് ടു either the front of roof of the ambulance. പണ്ട് കാലങ്ങളില് ഹിയറബിൾ വാർണിംഗ് ആയിട്ട്, ഓഡിയബിൾ വാർണിംഗ് ആയിട്ട് യൂസ് ചെയ്തിരുന്നത് എന്തായിരുന്നു? മെക്കാനിക്കൽ ബെൽസ് ആയിരുന്നു. മെക്കാനിക്കൽ ബെൽസ് മൗണ്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉയർത്തുക. മൗണ്ടഡ് മീൻസ് ഉയർത്തുക. അപ്പൊ ഈ മെക്കാനിക്കൽ ബെല്ല് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പണ്ട് കാലങ്ങളില് ഓഡിയബിൾ വാർണിംഗ് ആയിട്ട് യൂസ് ചെയ്തിരുന്നത്. മെക്കാനിക്കൽ ബെൽസിനെയാണ് പണ്ട് കാലങ്ങളിൽ ഓഡിയബിൾ വാർണിംഗ് ആയിട്ട് യൂസ് ചെയ്തിരുന്നത്. ക്ലിയർ ആയോ? ഇപ്പോഴെങ്ങനെയാണ്? ഇപ്പോഴേത് എക്യുപ്മെന്റ്സ് ആണ് യൂസ് ചെയ്യുന്നത് ഓഡിയബിൾ വാർണിംഗ് ആയിട്ട്? എന്തിനാ യൂസ് ചെയ്യുന്നത്? പണ്ട് കാലങ്ങളില് മെക്കാനിക്കൽ ബെൽസ് ആയിരുന്നു, ഇപ്പോഴെന്തിനാ സൈറൻസ്. ഓക്കെ, ഇനി എന്താണ്? മോസ്റ്റ് മോഡേൺ ആംബുലൻസ് ആർ നൗ equipped with electronic sirens അല്ലെ. ഇപ്പോഴെന്താണ്? മോസ്റ്റ് മോഡേൺ ആയപ്പോ, മോഡേൺ പീരീഡ് ആയപ്പോ ആംബുലൻസിൽ യൂസ് ചെയ്ത എക്യുപ്മെന്റ്സ് ഏതാണ്? ഓഡിയബിൾ വാർണിംഗിന് വേണ്ടി യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് ആണ് ഇലക്ട്രോണിക് സൈറൻസ്, which produce a range of different noises which ambulance operator can use and attract more attention to themselves, especially when advancing through an intersection or in heavy traffic. ഇപ്പോ എന്താണ് മോഡേൺ പീരീഡില് ആംബുലൻസ് യൂസ് ചെയ്യുന്ന ഓഡിയബിൾ വാർണിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ് ആണ് ഇലക്ട്രോണിക് സൈറൻസ്. ഈ ഇലക്ട്രോണിക് സൈറൻസില് എന്താണ് ഡിഫറെന്റ് നോയ്സൻസ് അല്ലെ, ഡിഫറെന്റ് സൗണ്ടുകള് പുറപ്പെടുവിക്കുന്നുണ്ട്. ഇപ്പൊ മരിച്ച ആളെ കൊണ്ടുപോകുന്നതും അതുപോലെ തന്നെ എന്താണ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകുന്നതിനൊക്കെ സൈറൻസ് വ്യത്യാസമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? ഇല്ലെങ്കിൽ ഒന്നും കൂടി ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇനി മരിച്ച ആൾക്കാരെ കൊണ്ടുപോകുമ്പോഴോ അല്ലെങ്കിൽ എന്താണ് ക്രിട്ടിക്കൽ ആയിട്ട് ഒരു പേഷ്യന്റിനെ കൊണ്ടുപോകുമ്പോഴോ ഉണ്ടാക്കുന്ന ആ സൈറന്റെ സൗണ്ട് വ്യത്യാസമായിരിക്കും. ഓക്കെ കേട്ടോ.
അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ, ശ്രദ്ധിക്കാത്തവര്. അങ്ങനെയാണ് എന്താണ് മരിച്ച പേഷ്യന്റിനെ കൊണ്ടുപോകുമ്പോ അത്ര ക്രിട്ടിക്കൽ സ്റ്റേജിലല്ല പോകുന്നത്. അതുകൊണ്ട് തന്നെ സൗണ്ടുകൾ വ്യത്യാസം, അതുപോലെ തന്നെ എന്താണ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യന്റിനെ കൊണ്ടുപോകുമ്പോഴും സൗണ്ട്, ആ സൈറിന്റെ സൗണ്ട് വ്യത്യാസം ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഇനി എന്താ പറയുന്നത്, അപ്പോ നമ്മള് എമർജൻസി ആയിട്ട് പേഷ്യന്റിനെ കൊണ്ടുപോകുമ്പോ കൂടുതൽ മറ്റുള്ളവർക്ക് റോഡ് യൂസേഴ്സിനൊക്കെ എന്താണ് വാഹനങ്ങളൊക്കെ നീക്കി കൊടുക്കുക, റോഡ് ക്ലിയർ ആക്കി കൊടുക്കുക, അതിന് കുറെ അറ്റൻഷൻ കിട്ടുന്നുണ്ട് ഈ സൈറൻ ഉപയോഗിക്കുന്നത് തന്നെ. ഇനി എന്താ പറയുന്നത്, നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ. A new development is use of RDS, റേഡിയോ ഡാറ്റ സിസ്റ്റം. ഇമ്പോർട്ടന്റ് ആണ്, അടിയിൽ വരയ്ക്കാം. എക്സ്പാൻഡ് RDS എന്നൊക്കെ ചോദിക്കാം. എന്താണ് റേഡിയോ ഡാറ്റ സിസ്റ്റം? സിസ്റ്റം ഓഫ് റേഡിയോ കാർ റേഡിയോസ് അല്ലെ. എന്താണ് ഈ റേഡിയോ ഡാറ്റ സിസ്റ്റം? എന്താണ് നമ്മൾ കാർ റേഡിയോ ഒക്കെ കാണൂല്ലേ, കാറിലുള്ള റേഡിയോസ്, ആ സെയിം എക്യുപ്മെന്റ് തന്നെയാണ് ഈ റേഡിയോ ഡാറ്റ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും. എന്താണ് കാറിലൊക്കെ കാണാറില്ലേ നമ്മള് റേഡിയോസ് വെച്ചിരിക്കുന്നത്? ആ സെയിം തന്നെയാണ് കേട്ടോ ഈ റേഡിയോ ഡാറ്റ സിസ്റ്റം എന്ന് പറഞ്ഞാലും. ഈ റേഡിയോ ഡാറ്റ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോ എന്താണ് ആംബുലൻസിൽ ഈ റേഡിയോ ഡാറ്റ സിസ്റ്റം ഘടിപ്പിച്ചിട്ടുണ്ടാവും. എമർജൻസി സിറ്റുവേഷനിൽ ഒരു പേഷ്യന്റിനെ കൊണ്ടുപോകുമ്പോ RDS ഘടിപ്പിച്ച മറ്റു വാഹനങ്ങൾ ഉണ്ടാകുമല്ലോ, അതിലേക്ക് മെസ്സേജ് പാസ് ചെയ്യാൻ, ഇപ്പൊ റോഡ് ക്ലിയർ ആക്കുക അല്ലെങ്കിൽ എന്താണ് പേഷ്യന്റിനെ കൊണ്ടുവരുന്നത് എന്നുള്ള മെസ്സേജുകൾ പാസ് ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട്. അപ്പോ ആംബുലൻസിലും ഈ റേഡിയോ ഡാറ്റ സിസ്റ്റം ഉണ്ടാവും, അതുപോലെ തന്നെ മറ്റു വാഹനങ്ങളിലും ഉണ്ടാവുമല്ലോ റേഡിയോ ഡാറ്റ സിസ്റ്റം. ഓക്കെ, കാർ റേഡിയോ പോലുള്ള കാറിൽ ഉണ്ടാവാം, അതുപോലെ മറ്റു വാഹനങ്ങളിൽ ഉണ്ടാവാം അല്ലെ. അപ്പൊ അങ്ങനെ മറ്റു വാഹനങ്ങളിലേക്ക് ക്രിട്ടിക്കലായിട്ട് ഇപ്പൊ പേഷ്യന്റിനെ കൊണ്ടുവരുന്നുണ്ട്, റോഡ് ക്ലിയർ ആക്കി തരണം എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് പാസ് ചെയ്ത് കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു എന്താണ് ന്യൂ ഡെവലപ്മെന്റ് സിസ്റ്റം ആണ് എന്ത് RDS, റേഡിയോ ഡാറ്റ സിസ്റ്റം. കാർ റേഡിയോസ് ഒക്കെ പോലുള്ള സെയിം എക്യുപ്മെന്റ് അല്ലെങ്കിൽ ആ സിസ്റ്റം തന്നെയാണ് ഈ റേഡിയോ ഡാറ്റ സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അത് ക്ലിയർ ആയോ? ഒരു പ്രത്യേക റേഞ്ചിലുള്ള വാഹനങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ മെസ്സേജ് പാസ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ നെക്സ്റ്റ് സെന്റൻസിലും പറയുന്നുണ്ട്, the ambulance is equipped with a short range FM transmitter. അതും എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ റേഡിയോ ഡാറ്റ സിസ്റ്റം പോലെ തന്നെയാണ് മറ്റു വാഹനങ്ങളിലും എന്താണ് ഇങ്ങനെയുള്ള സിസ്റ്റം ഘടിപ്പിച്ചിട്ടുണ്ടാവും അല്ലെ, FM ട്രാൻസ്മിറ്റർ. അപ്പോ എന്താണ് അവിടേക്കും മറ്റു വാഹനങ്ങളിലേക്കും ഈ ആംബുലൻസിൽ നിന്ന് ഇങ്ങനെ ഈ മെസ്സേജ് പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റത്തെയാണ് ഷോർട്ട് റേഞ്ച് FM ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. വിച്ച് ഫോർമിനേറ്റ് the radio of all cars with the range. ഒരു പ്രത്യേക റേഞ്ചിൽ നമ്മൾ പറഞ്ഞില്ലേ, റേഡിയോ ഡാറ്റ സിസ്റ്റത്തിലും പറഞ്ഞില്ലേ, ഒരു പ്രത്യേക റേഞ്ചിലുള്ള വാഹനങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആംബുലൻസിൽ നിന്ന് ഈ മെസ്സേജ് അങ്ങോട്ടേക്ക് പാസ് ചെയ്യുന്നതിന് വേണ്ട സിസ്റ്റം ആണ് എന്ത് റേഡിയോ ഡാറ്റ സിസ്റ്റം. അതുപോലെ തന്നെയുള്ള സെയിം സിസ്റ്റം ആണ് എന്ത് ഷോർട്ട് റേഞ്ച് FM ട്രാൻസ്മിറ്റർ. ക്ലിയർ ആയോ? രണ്ടും പ്രത്യേക റേഞ്ചില് വാഹനങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്, ആംബുലൻസിൽ നിന്ന് ആ വാഹനങ്ങളിലേക്ക് ഇപ്പൊ കൊണ്ടുവരും, റോഡ് ക്ലിയർ ആക്കണം എന്നുള്ള ആ മെസ്സേജ് ഒക്കെ പാസ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രണ്ട് മെത്തേഡുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? റേഡിയോ ഡാറ്റ സിസ്റ്റം, അതുപോലെ തന്നെ ഷോർട്ട് റേഞ്ച് FM ട്രാൻസ്മിറ്റർ. ഓക്കെ ആണോ? കൺസെപ്റ്റ് മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളാണ് എന്ത് പറയുന്നത്, ഓഡിയബിൾ വാണിംഗ് അല്ലെ. ഓഡിയബിൾ വാണിംഗ് എന്താണ്, മോഡേൺ രീതിയിൽ നമ്മള് ആംബുലൻസിൽ യൂസ് ചെയ്യുന്ന ഓഡിയബിൾ എക്യുപ്മെന്റ് ആണ് എന്ത് സൈറൻ അല്ലെ, ഇലക്ട്രോണിക് സൈറൻ. അതുപോലെ തന്നെ പണ്ട് കാലങ്ങളിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു മെക്കാനിക്കൽ ബെൽസ്, ഉയർത്തിപ്പിടിച്ചിട്ടായിരുന്നു എന്ത് ഇങ്ങനെയുള്ള വാണിംഗുകൾ കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ എന്താണ് ഇപ്പോ മരിച്ച ഒരാളെ കൊണ്ടുപോകുന്നത്, ആക്സിഡന്റ് ആയിട്ട് എമർജൻസി കേസിൽ ഒരാളെ കൊണ്ടുപോകുന്നതിന് ഡിഫറെന്റ് നോയ്സുകളാണ്, ഡിഫറെന്റ് സൗണ്ട്സുകളാണ് ഈ സൈറൻ പുറപ്പെടുവിക്കുന്നത്. അത് ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ ഇനി ശ്രദ്ധിച്ചോളൂ കേട്ടോ.
എന്താ പറയുന്നത്? രണ്ട് സിസ്റ്റത്തെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ, രണ്ട് ടെക്നോളജീസിനെ കുറിച്ച് പറയുന്നുണ്ട്. റേഡിയോ ഡാറ്റ സിസ്റ്റവും ഷോർട്ട് റേഞ്ച് എഫ്എം ട്രാൻസ്മിറ്ററും. ഈ രണ്ട് സിസ്റ്റം സെയിം എന്താണ് സെയിം ആയിട്ടാണ് പറയുന്നത്. ഇപ്പൊ കാർ റേഡിയോസ് പോലെ തന്നെയാണ് RDS പ്രവർത്തിക്കുന്നത്. RDS എന്താണ്? ഇപ്പോ നമ്മുടെ ആംബുലൻസിൽ RDS റേഡിയോ ഡാറ്റ സിസ്റ്റം ഉണ്ടെങ്കിൽ റോഡ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക റേഞ്ചിൽ ഉള്ള വാഹനങ്ങൾക്ക് മെസ്സേജ് പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റേഡിയോ ഡാറ്റ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഷോർട്ട് റേഞ്ച് എഫ്എം ട്രാൻസ്മിറ്ററും. പ്രത്യേക റേഞ്ചില് വാഹനങ്ങൾക്ക് ഇപ്പോ എന്താണ് എമർജൻസി കേസായിട്ട് ആളുകളെ കൊണ്ടുവരുന്നുണ്ട്, വഴിയിൽ നിന്ന് മാറ്റി കൊടുക്കണം, വഴി ക്ലിയർ ആക്കി കൊടുക്കണം, ഇതൊരു മെസ്സേജ് പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഷോർട്ട് റേഞ്ച് എഫ്എം ട്രാൻസ്മിറ്റർ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ക്ലിയർ ആണ്. ഇത്രയും വരെയാണ് കേട്ടോ ഇന്ന് മിസ് എടുക്കുന്നത്. 3 വാണിങ്ങുകളാണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയാണ് പഠിച്ചത്? പാസീവ് വിഷ്വൽ വാണിങ്സ് പഠിച്ചു, അതിന്റെ സിംബൽസുകളെ പറ്റി പഠിച്ചു അല്ലെ. എന്തൊക്കെയാണെന്നുള്ളത് ഓർത്ത് വെക്കണം, ക്വസ്റ്റ്യൻ വരും ഉറപ്പാണ്. ഇനി എന്താണ് പാസീവ് വിഷ്വൽ വാണിംഗ് എന്താണെന്ന് പഠിച്ചു, ആക്റ്റീവ് വിഷ്വൽ വാണിംഗ് എന്താണെന്ന് പഠിച്ചു, ഓഡിബിൾ വാണിംഗ് എന്താണ് എന്നുള്ളത് പഠിച്ചു. ഓക്കെ, ക്ലിയർ ആണോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ ആണ്. താങ്ക് യു.